നമുക്ക് അടുത്തത് വോളിയത്തിലേക്ക് പോവാം. അപ്പം വോളിയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വോളിയത്തിൻ്റെ ഒരു ചെറിയൊരു നോട്ട് പറഞ്ഞിട്ട് പോവാം. നമുക്ക് വോളിയം ഈസ് ഇപ്പം നമ്മൾ മാസ് പറഞ്ഞു, വെയിറ്റ് പറഞ്ഞു. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ എത്രത്തോളം എമൗണ്ട് ഉണ്ടാകും. ഇപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ബേസിക് കൺസെപ്റ്റ്സ് ആണ്. ഇത് ബേസിക് ആണ് ആക്ച്വലി. നിങ്ങളുടെ ഒരു +1 ബേസിക് കാര്യങ്ങളാണ്. മാസ് എന്താണ്, വെയിറ്റ് എന്താണ്, ബാലൻസുകൾ എന്താണ്, ഇപ്പം ഈ പറയുന്ന വോളിയം എന്താണ്, ഇതെല്ലാം നിങ്ങളുടെ ബേസാണ്. നമ്മളൊക്കെ കുറേ ചെറിയ ക്ലാസ്സിൽ വോളിയം, മാസ്, വെയിറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചറിലൂടെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ, അതായത് മാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എമൗണ്ട് ഓഫ് മാറ്റർ മാത്രമാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ മാറ്റർ എത്ര എമൗണ്ട് ഓഫ് മാറ്റർ ഉണ്ടോ അത് ഇൻറ്റു 9.8, എർത്തിലുള്ളതാണെങ്കിൽ 9.8 വെച്ച് ഇൻറ്റു ചെയ്താലേ എനിക്ക് ആ വെയിറ്റ് കിട്ടുകയുള്ളൂ. അനാലിറ്റിക്കൽ ബാലൻസ്, എത്ര ചെറിയ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസും ലാബിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് പ്രിസൈസ്ലി ആയിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബാലൻസാണ് അനാലിറ്റിക്കൽ ബാലൻസ്. ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമ്മൾ +1ഉം +2ഉം ഒക്കെ ലാബിലായാലും എല്ലാ നമുക്ക് കുറേ പ്രോബ്ലംസിലൊക്കെ ഇത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ലാബിലായാലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു അനാലിറ്റിക്കൽ ബാലൻസ് കണ്ടാൽ നമുക്കത് മനസ്സിലാവണം. അപ്പം നമ്മൾ ഈ പറയുന്ന എന്തൊക്കെയാണ് വോളിയം, മാസ്, വെയിറ്റ്, അനാലിറ്റിക്കൽ ബാലൻസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ കേട്ടതുപോലെയല്ല, ഇത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ +1 ഇതിനകത്ത് ആഡപ്പ് ആക്കും. അപ്പോൾ വോളിയം കുറേ പ്രോബ്ലംസിൽ വരും. അപ്പോൾ എങ്ങനെയാണിത് വോളിയം, നമ്മൾ എങ്ങനെയാണത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വോളിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് ഓഫ് സ്പേസ്, ആ സബ്സ്റ്റൻസ് എടുത്തേക്കുന്ന സ്പേസ്, അതിനെയാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് സ്പേസ് ഒക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. ഇപ്പോൾ ഒരു സബ്സ്റ്റൻസ്, ഒരു ഒബ്ജക്റ്റ് ആ ഇരിക്കുന്ന ആ സ്പേസ്, ഇപ്പം നമ്മൾ അത് എത്ര സ്പേസ് അവിടെ കവർ ചെയ്തിട്ടുണ്ടോ അത് അതിൻ്റെ വോളിയമാണെന്ന് നമ്മൾ പറയും. അപ്പം നമുക്ക് വോളിയം എന്താണ്? ദ എമൗണ്ട് ഓഫ്, അപ്പോൾ ആ വാക്കാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. എമൗണ്ട് ഓഫ് സ്പേസ്, ആരെടുത്തേക്കുന്ന സ്പേസ്? ഒരു സബ്സ്റ്റൻസ് എടുത്തേക്കുന്ന സ്പേസ്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് ഓഫ് സ്പേസ് ദാറ്റ് ഈസ് ഒക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. ഓക്കെ, എ വോളിയം ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ദാറ്റ് ഒക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ യൂണിറ്റിലേക്ക് പോകാം. അപ്പം നമുക്ക് യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ലെങ്ത്തിലാണ് ഈ എമൗണ്ട്, നമ്മളൊരു ലെങ്ത്തിലാണ് എടുക്കുന്നത്. അതായത് മീറ്ററിലോ സെൻറ്റിമീറ്ററിലോ ഒക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്, വോളിയം എടുക്കുന്നത്, അല്ലെങ്കിൽ മില്ലിമീറ്ററിലോ. ഇപ്പം നമുക്ക് തൽക്കാലം ലെങ്ത് എന്ന് പറയാം. ഇവരെല്ലാവരും ആരുടെ യൂണിറ്റാണ്? ഇവരെല്ലാവരും ലെങ്ത്തിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ വോളിയത്തിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെങ്ത് ⁻³ എന്നാണ് പറയുന്നത്. ലെങ്ത് ക്യൂബ് എന്നും പറയാം. ലെങ്ത്, യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ⁻³ അതായത് എവിടെയെങ്കിലും നിങ്ങൾ m⁻³ cm⁻³ അല്ലെങ്കിൽ mm⁻³ അല്ലെങ്കിൽ m³ cm³ mm³ ഇതൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ മനസ്സിലാവണം വി ആർ ടോക്കിംഗ് അബൌട്ട് ദ വോളിയം. ഓക്കെ, വി ആർ ടോക്കിംഗ് അബൌട്ട് ദ വോളിയം. അതാണ് വോളിയത്തിൻ്റെ യൂണിറ്റ്. പക്ഷേ ഇന്നലെ ഞാനൊരു SI യൂണിറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. SI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്റ്റാൻഡേർഡ് യൂണിറ്റാണ്, ഇൻ്റർനാഷണലി അംഗീകരിച്ച ഒരു യൂണിറ്റാണ്. ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് ഇൻ ദ ഇൻ്റർനാഷണലി യൂണിറ്റ് ആൻഡ് ഇൻ ഓൾ ഓവർ ദ വേൾഡ് ദാറ്റ് യൂണിറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ വോളിയം, റൈറ്റ്? അപ്പം നമുക്ക് SI സിസ്റ്റത്തിൻ്റെ വോളിയം നമുക്ക് നോക്കാം. വോളിയം ഹാസ് യൂണിറ്റ്സ് ഓഫ് m⁻³. അപ്പം നമുക്ക് ഏതാണ് അവിടുത്തെ SI സിസ്റ്റത്തിൻ്റെ വോളിയത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ഇതാണ് m⁻³ അല്ലെങ്കിൽ m³. ഈ ഇത്രയും 3 പോയിന്റ് വോളിയത്തിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിച്ചു. വാട്ട് ഈസ് വോളിയം? വോളിയം ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എമൗണ്ട് ഓഫ് സ്പേസ് ഒക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? വോളിയം ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഒക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താണ് അതിൻ്റെ യൂണിറ്റ്? ഇറ്റ് ഹാസ് എ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ⁻³ So in the SI system the volume has the unit of m⁻³ ഇതാണ് അതിൻ്റെ
SI യൂണിറ്റ് എന്നും നമുക്ക് പറയാം. നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻ എ കെമിസ്ട്രി ലബോറട്ടറി സ്മോളർ വോളിയൂംസ് ആർ യൂസ്ഡ്. അപ്പോൾ നമ്മളുടെ കെമിസ്ട്രി ലാബിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ തരത്തിലുള്ള വോളിയൂംസ് മാത്രമേ ഉപയോഗിച്ചാൽ മതി. നമുക്ക് വലിയ വലിയ യൂണിറ്റ്സ് വോളിയം ഒന്നും ഉണ്ടാവില്ല. മാക്സിമം പോയ ഒരു 1000 ml അങ്ങനെയൊക്കെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുള്ളൂ, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കെമിസ്ട്രി ലബോറട്ടറി സ്മോളർ വോളിയൂംസ് ആർ യൂസ്ഡ്. വോളിയം ഈസ് ഓഫൺ ഡിനോട്ടഡ് ബൈ സെൻറ്റിമീറ്റർ ക്യൂബ് ഓർ ഡെസിമീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് CM⁻³ അല്ലെ DM⁻³ ഇതുപോലുള്ള ചെറിയ വാല്യൂസ് മാത്രമേ നമുക്ക് വോളിയത്തിനകത്ത് ഉപയോഗിക്കാൻ ഉണ്ടാവുള്ളൂ. എവിടെ? കെമിസ്ട്രി ലാബിൽ അത്ര സ്മോളർ വോളിയൂംസേ ഉപയോഗിക്കാൻ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഒപ്പം നമുക്കിനി ഇവിടുന്ന് പക്ഷേ നമ്മളിപ്പോൾ സെൻറ്റിമീറ്റർ മീറ്റർ ക്യൂബ് ഇതൊക്കെ അല്ല നമ്മൾ ആക്ച്വലി നമ്മുടെ ലാബിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്ററാണ്. ലിറ്ററിലാണ് നമ്മൾ എല്ലാം ഉപയോഗിക്കുന്നത് അല്ലേ. ലബോറട്ടറിയിലൊക്കെ നമ്മൾ വോളിയം എടുക്കുന്നത് എന്തിലാണ്? ലിറ്ററിലാണ് നമ്മൾ എടുക്കുന്നത്. വിച്ച് ഈസ് നോട്ട് ആൻ SI യൂണിറ്റ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ദ വോളിയം ഓഫ് ലിക്വിഡ്സ്. ഇതൊരിക്കലും ഒരു SI യൂണിറ്റ് അല്ല, ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ലിക്വിഡ്സ്. അപ്പം എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം എപ്പോഴും നമ്മൾ ഉപയോഗിക്കും. വോളിയം എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സ്പേസ് ഒക്യുപ്പൈഡ് ബൈ ദ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ length⁻³ വരുന്നത് എല്ലാം വോളിയമായിട്ടാണ്. നമ്മൾ ആ യൂണിറ്റ് എല്ലാം നമ്മൾ വോളിയമായിട്ടാണ് അംഗീകരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ദ SI യൂണിറ്റ് ഓഫ് ദ വോളിയം ഈസ് m⁻³ ഇതൊക്കെ നമുക്ക് അറിയാം. പക്ഷേ നമ്മുടെ കെമിക്കൽ ലാബുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് MO CMO ഒന്നും ആയിരിക്കില്ല. മിക്കവാറും ഉപയോഗിക്കുന്നത് ലിറ്റർ ബേസ്ഡ് ആയിരിക്കും. ലിറ്റർ ഒരു SI യൂണിറ്റ് അല്ല. വോളിയത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ക്യൂബ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിൽ പറയേണ്ടി വരുന്നത്. സോ നമുക്കതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. കാര്യം നമുക്ക് ലിറ്ററിലേക്ക് എഴുതേണ്ട കുറേ പ്രോബ്ലംസ് വരും, സെൻറ്റിമീറ്റർ ക്യൂബിൽ എഴുതേണ്ട പ്രോബ്ലംസ് വരും. ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് സെൻറ്റിമീറ്റർ ക്യൂബിൽ എഴുതാനായിരിക്കും. അങ്ങനെ വോളിയത്തിൻ്റെ പല പല കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ അതിൻ്റെ മാത്തമാറ്റിക്കലി നമ്മൾ ഇതെങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കണം. 1 liter is equal to 1000 ml. ദാറ്റ് ഈസ് ഇക്വൽ ടു 1000 സെൻറ്റിമീറ്റർ ക്യൂബ്. അതായത് സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് അതിനകത്ത് പറയുന്നത്? ML-നോട് ഈക്വലാണ്, മില്ലി ലിറ്ററിനോട് ഈക്വലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അതായത് 1000 ഇപ്പം ഒന്ന് കാണിച്ചു തരാം. നമ്മളുടെ കയ്യിൽ കിട്ടിയേക്കുന്നത് 1 ലിറ്ററിൻ്റെ ഒരു സൊല്യൂഷനാണ് കിട്ടിയേക്കുന്നതെങ്കിൽ നമ്മൾക്ക് അതിനെ എത്ര ML ആണെന്ന് പറയാം? അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് എത്ര ML ആണ്? 1000 ML ആണെന്ന് നമുക്ക് പറയാം. ഈ 1000 ml-ന് ഇപ്പം നമ്മൾ ഏതൊക്കെ യൂണിറ്റ് പഠിച്ചു? സെൻറ്റിമീറ്റർ ക്യൂബിലും പഠിച്ചു, ഡെസിമീറ്റർ ക്യൂബിലും പഠിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ യൂണിറ്റ്സ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പം നമുക്കിതിനെ സെൻറ്റിമീറ്റർ ക്യൂബിലും എഴുതണം, ഡെസിമീറ്റർ ക്യൂബിലും എഴുതണം. ഓക്കെ, അപ്പോൾ 1000 ml എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ക്യൂബാണ്? അപ്പോൾ അവർ പറയുന്നത് ഇതൊക്കെ 1000 സെൻറ്റിമീറ്റർ ക്യൂബിൽ തന്നെ എഴുതണം. ആൻഡ് 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാലും 1000 ml എന്ന് പറഞ്ഞാലും ദാറ്റ് ഈസ് 1 ഡെസിമീറ്റർ ക്യൂബാണെന്നാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എങ്ങനെയാണ് അറിയുന്നതെന്ന് ചോദിച്ചാൽ, ഇത് സയൻറ്റിസ്റ്റ് കുറേ റിസർച്ച് കഴിഞ്ഞ് നമുക്ക് തന്നേക്കുന്ന യൂണിറ്റ്സ്, നമുക്ക് അതെല്ലാം പഠിക്കേണ്ട. നമുക്കിപ്പോൾ യൂണിറ്റ്സ് ബൈ ഹാർട്ട്സ് ആക്കി വെച്ചിരിക്കണം, നമുക്ക് ഫോർമുലാസ് ബൈ ഹാർട്ട് ആക്കിയിരിക്കണം, നമുക്ക് ഇതുപോലത്തെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ബൈ ഹാർട്ട് ആക്കിയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് നോക്കേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾ വോളിയം നിങ്ങളുടെ കയ്യിലേക്ക് ഒരു വോളിയത്തിനെ കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യനോ വോളിയമോ എന്ത് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് പറയാൻ അറിയണം. വാട്ട് ഈസ് എ വോളിയം? വോളിയം മീൻസ് എ എമൗണ്ട് ഓഫ് സ്പേസ് ഒക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. അതൊന്ന്. രണ്ടാമത്തെ ദ യൂണിറ്റ്സ് ഓഫ് ദ വോളിയം ഈസ് റിട്ടൺ ആസ് length⁻³ അത്. പിന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? SI യൂണിറ്റ് എഴുതണം. ദ SI യൂണിറ്റ് ഓഫ് എ വോളിയം ഈസ് m⁻³ ഇത്രയും നിങ്ങൾക്ക് എഴുതാൻ അറിയാം. ഇനി വി വാണ്ട് ടു ടേക്ക് ദ സ്മോളർ യൂണിറ്റ്സ്. സോ നമുക്ക് വോളിയത്തിൻ്റെ യൂണിറ്റ്സ് എന്തൊക്കെയായിട്ട് എടുക്കാം? cm⁻³ dm⁻³ ഇതൊക്കെ നമുക്ക് എടുക്കാം. ആൻഡ് പിന്നെ നമുക്കൊരു കോമൺ യൂണിറ്റിനെ പറ്റി പറയാം. വാട്ട് ഈസ് എ കോമൺ യൂണിറ്റ് ഓഫ് എ വോളിയം? ദാറ്റ് ഈസ് ലിറ്റർ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റഡ് ആസ് ആൻ SI യൂണിറ്റ്. സോ വി വാണ്ട് ടു ചേഞ്ച് ഇറ്റ് ഇൻ ടു ദ സെൻറ്റിമീറ്റർ ക്യൂബ് ആൻഡ് ഡെസിമീറ്റർ ക്യൂബ്. നമുക്ക് മീറ്റർ ക്യൂബിലേക്കും എല്ലാത്തിലേക്കും നമുക്ക് മാത്തമാറ്റിക്കലി അതിനെ ചേഞ്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ പഠിച്ചു വെക്കണം. 1 ലിറ്റർ
ഈസിക്കൽ ടു 1000 ml. അത് നിങ്ങൾ ഓൾറെഡി ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. 1 ലിറ്റർ ഈസിക്കൽ ടു 1000 ml. അറ്റ് ദ സെയിം ടൈം ആ 1000 ml എത്ര സെൻറ്റിമീറ്റർ ക്യൂബ് ആണെന്ന് അറിയണം. ദാറ്റ് ഈസ് 1000 സെൻറ്റിമീറ്റർ ക്യൂബ് തന്നെയാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം 1000 ml ആയാലും 1000 സെൻറ്റിമീറ്റർ ക്യൂബ് ആണെങ്കിലും അത് എത്ര ഡെസിമീറ്റർ ക്യൂബാണ്? 1 ഡെസിമീറ്റർ ക്യൂബാണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ പഠിച്ചു വെച്ചേക്കണം. 1 ലിറ്റർ ഓഫ് ലിക്വിഡ് എന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ഒരു സാധനം കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് അത് അറിഞ്ഞിരിക്കണം. ദാറ്റ് 1 ലിറ്റർ ഈസ് 1000 ml and the 1000 ml is 1000 centimeter cube, and at the same time that 1000 centimeter cube is 1 decimeter cube. ഇനി നമുക്ക് കുറേ ഡിവൈസസ് ഉണ്ട്. ആക്ച്വലി നമുക്ക് ഈ വോളിയംസ് നോക്കാനായിട്ട് കുറേ ഡിവൈസസ് ഉണ്ട്. പിപ്പറ്റ്, ബ്യൂററ്റ്, സിലിണ്ടർ, മെഷറിംഗ് ഫ്ലാസ്ക്, അങ്ങനെ കുറേ ഓൾ ഓഫ് ദം ഹാവ് ബീൻ കാലിബ്രേറ്റഡ്. നമുക്ക് കുറേ ഡിവൈസസ് നമുക്ക് വോളിയം മെഷർ ചെയ്യാൻ തന്നെ നമ്മുടെ കെമിക്കൽ ലാബിലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങളുടെ ഇത് ഫസ്റ്റ് ചാപ്റ്റർ, നിങ്ങൾ കെമിക്കൽ ലാബിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ഡിവൈസസും അവിടെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ എല്ലാ മെഷർമെൻറ്റ് ഡിവൈസസും നിങ്ങൾ അവിടെ കാണുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അവെയർ ആയിരിക്കണം, നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം ഇത് എന്തിനൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്. അവരെല്ലാവരും വോളിയം മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ സോൾട്ടിൻ്റെ രീതിയിൽ കിട്ടുന്നത് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അതിൻ്റെ വെയിറ്റ് എടുക്കാനായിട്ട് അനാലിറ്റിക്കൽ ബാലൻസിനെ പഠിച്ചതുപോലെ തന്നെ ഒരു ലിക്വിഡ് ഫോമിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് അതിൻ്റെ വോളിയം നമ്മൾ എടുക്കുക, നമ്മൾ എങ്ങനെയാണ് ഇപ്പം നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ ഗ്രാം, ഒരു 1.2 ഗ്രാം ഒക്കെ തന്നിട്ട് ഒരു സോൾട്ട് തന്നിട്ട് നിങ്ങളോട് പറയും അതിൻ്റെ 250 ml നിങ്ങൾ പ്രിപ്പയർ ചെയ്യൂ. അപ്പം നിങ്ങൾക്ക് ലാബിൽ ചെല്ലുമ്പം അതിന് വോളിമെട്രിക് ഫ്ലാസ്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിപ്പറ്റ് കാണാൻ പറ്റും, ബ്യൂററ്റ് കാണാൻ പറ്റും. എന്നിട്ട് ഇത് സൊല്യൂഷനാക്കി അത്രയാക്കുമ്പോൾ നമുക്കറിയാം 2.3 ഗ്രാമോ അല്ലെ 1.3 ഗ്രാമിൻ്റെയോ 250 ml സൊല്യൂഷനാണ് ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത് എന്നൊക്കെ നമ്മളിനി ലാബിൽ ഉള്ള എല്ലാ എക്സ്പീരിമെൻസിലും കാണാൻ പറ്റും. നിങ്ങൾക്ക് ബ്യൂററ്റ്സ് കാണാൻ പറ്റും, പിപ്പറ്റ്സ് കാണാൻ പറ്റും, വോളിമെട്രിക് ഫ്ലാസ്ക് കാണാൻ പറ്റും. അങ്ങനെ കുറേ ഡിവൈസസ്, മെഷറിംഗ് ഡിവൈസസ് നിങ്ങൾക്ക് ലാബിനകത്ത് കാണാൻ പറ്റും. ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. സോ നമുക്ക് വോളിയം ഒന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വാട്ട് ഈസ് എ വോളിയം? വോളിയം ഈസ് ദ എമൗണ്ട് ഓഫ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ എ substance. And what is the unit of a volume? Second point, unit of the volume is length raised to 3. Third point, what is the SI unit of the volume? That is meter raised to 3. Fourth point, what is the smaller unit? That is centimeter cube and decimeter cube. And fifth point, what is the common unit? That is liter. How you can change liter into centimeter cube and decimeter cube and milliliter. So you use this sixth point, mathematical expression. 1 liter is equal to 1000 ml. എപ്പോഴും അത് നിങ്ങൾക്ക് അറിയുന്നത്. പക്ഷേ 1000 ml മുതലാണ് നിങ്ങൾക്ക് ഡിഫറൻസ് വരുന്നത്. 1000 ml is equal to 1000 centimeter cube. ആൻഡ് 1000 സെൻറ്റിമീറ്റർ ക്യൂബിനെ നമുക്ക് ഡെസിമീറ്റർ ക്യൂബ് ആക്കണമെങ്കിൽ ഒന്നുമില്ല, 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 ഡെസിമീറ്റർ ക്യൂബാണ്. സോ ഇതാണ് വോളിയത്തിനെ കുറിച്ചുള്ളത്. നമുക്കിനി വോളിയത്തിൻ്റെ കുറച്ചും കൂടെ ഉള്ള ഡീറ്റെയിൽ പോർഷൻ അടുത്ത ക്ലാസ്സിലെടുക്കാം. നമുക്കിപ്പോൾ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.